നമ്മുടെ ജയിലുകളുടെ പരിധി സംബന്ധിച്ച് ശ്രീ പ്രകാശ് മാസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ശരിയാണ്. അതിലേറെക്കുറെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിലും അംഗീകൃത പാർപ്പിട ശേഷി എന്ന് പറയുന്നത് 7367 നിലവിലുള്ളത് 10375 തടവുകാരാണ്. സ്വാഭാവികമായിട്ടും അവരെ കൃത്യമായി നോക്കാൻ പര്യാപ്തമായ തരത്തിലുള്ള മാനവ വിഭവ ശേഷി നമുക്ക് കുറവാണ്. ഇതൊക്കെ ശരിയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ഇപ്പോൾ ഒരു പുതിയ ജയിൽ എന്ന ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ ശ്രീ പ്രകാശ് മാസ്റ്റർ, ഈ പുതിയ ജയിൽ നിർമ്മിക്കുകയാണ് എങ്കിൽ തന്നെ അത് ജയിൽ വകുപ്പിന് കീഴിലായിരിക്കുമോ, സിസ്റ്റത്തിന് കീഴിലായിരിക്കുമോ? ഇതെല്ലാം സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും വക്താക്കൾ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും എല്ലാ സിസ്റ്റത്തിലും അതിൻ്റെതായ ചില ലൂപ്പ് ഹോൾസ് കാണും. അതുപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം അന്യായമായ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നുക എന്തോ ഈ പറയുന്ന ജയിൽ ചാടിയ ആളുകൾക്ക് ഇടതുപക്ഷം അനുകൂലവും കോൺഗ്രസും BJPയും എല്ലാം എതിരാണ് എന്നാണ്. അങ്ങനെയല്ലല്ലോ. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ജനങ്ങൾക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ പങ്കിടുന്നൊരു കാര്യമാണ്. ഒരു കൊടും ക്രിമിനലാണ് അദ്ദേഹം. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന് ഗോവിന്ദച്ചാമിയെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ ശരിപ്പെടുത്തി കളയണം എന്ന് ഏതൊരാൾക്കും തോന്നുന്ന ഒരാളാണ് ഗോവിന്ദച്ചാമി എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം എങ്ങനെയാണ് ഗവൺമെൻറ് ആ കാര്യത്തെ എടുത്തത്? ആ കാര്യം കൂടി ഗൗരവമായിട്ട് ചർച്ച ചെയ്യണമല്ലോ. ഇവിടെ എത്രമാത്രം ഗൗരവത്തോടെ ഇപ്പോൾ ജയിൽ മേധാവി അവിടെ വന്നു. ആ കാര്യങ്ങളെ സംബന്ധിച്ച് അടിയന്തര അന്വേഷണ ഉത്തരവിട്ടു. പ്രാഥമിക അന്വേഷണം നടത്തി 4 പേരെ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം സംബന്ധിച്ച് തൊട്ടുപിറ്റേന്ന് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ധാരാളം തീരുമാനങ്ങൾ നമ്മുടെ ജയിൽ വകുപ്പിനകത്ത് നിലവിലുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ട് ധാരാളം തീരുമാനങ്ങൾ എടുത്തു. ഇദ്ദേഹത്തെ ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തെ സിംഗിൾ സെല്ലിൽ അടക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗൗരവത്തോടെയാണ് ആ കാര്യം ഈ ഗവൺമെന്റ് കാണുന്നത് എന്നുള്ള പോസിറ്റീവ് കാര്യം കാണണ്ടേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രിയാണ് സിസ്റ്റം എന്ന വാക്കു പറഞ്ഞത്. ആരെ പഴിക്കണം എന്നറിയാതെ വലയുന്ന മനുഷ്യർക്ക് മുന്നിൽ അവതരിച്ച ഒന്നാണ് ഈ പുതിയ സിസ്റ്റം എന്ന് പറയുന്ന ഒന്ന്. അതുകൊണ്ടാണ് ആവർത്തിച്ച് അത് തന്നെ ചോദിക്കുന്നത്. രണ്ടാമത്തേത്, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് മാഷേ സർക്കാരിന്റെ ഉത്തരവാദിത്തം. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിനൊപ്പം ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കുക എന്ന് പറയുന്നതും അതിനുള്ള ഇച്ഛാശക്തി പ്രകടമാക്കുകയും ദീർഘവീക്ഷണം പ്രകടമാക്കുകയുമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ചെയ്യുന്നതെല്ലാം കേമം എന്ന് പറഞ്ഞാൽ പോരാ. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോ നമുക്ക് CCTV വെക്കാം, നമുക്ക് പ്രത്യേക സമിതി രൂപീകരിക്കാം, നമുക്ക് ജയിൽ പണിയാം, ഇതെല്ലാം ചെയ്യാം. ഭരണപരാജയം എന്ന വാക്ക് ഉച്ചരിച്ചു പോയാൽ അതിന്റെ ഒരു നിമിഷം അതിന്റെ പരിണിത ഫലം എന്താണെന്നും ആക്രമണം എത്രത്തോളമാണെന്നും എന്നും എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഭരണപരാജയത്തിന് എന്ത് ചെയ്യും, എന്ത് പരിഹാരം ചെയ്യും? AI സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ല മാഷേ. നമുക്ക് AI ക്യാമറ വെക്കാൻ പറ്റുള്ളൂ ജയിലിൽ. മാധു, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മാതൃഭൂമി എന്ന് പറയുന്ന ഈ ചാനൽ എല്ലാ ദിവസവും ചർച്ച നടത്തുന്നുണ്ട്. നിങ്ങൾ ഗവൺമെൻറ് കൈകാര്യം ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു 4 മാസത്തിനുള്ളിൽ ഒരു വിഷയം ചർച്ച ചെയ്തായിരുന്നു നിങ്ങൾ പറഞ്ഞാട്ടെ? ഉണ്ടാവില്ല. പക്ഷെ വിഷയമില്ലാത്തൊരു ദിവസം തന്നാൽ മതി. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലാത്തൊരു ദിവസം കൂടി ഉണ്ടാകണമല്ലോ. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ലെന്ന്. ഈ കേരളം പോലെ കിടക്കുന്ന ഈ 3.5 കോടി ആളുകൾ താമസിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നമില്ലാത്ത ഒരു ദിവസം അങ്ങനെ ഉണ്ടാവുമോ? പ്രശ്നം ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന 100,000 നല്ല കാര്യങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഈ കാലത്ത് 26 കാര്യങ്ങളിൽ 1ാം സ്ഥാനത്ത് കേരളമാണെന്ന് പറഞ്ഞു. ഒരു വിഷയം നിങ്ങൾക്ക് ചർച്ചയായില്ല. ഇപ്പോൾ ഞാനിതിനെ പഠിക്കാതെ നിർത്താൻ ആഗ്രഹിക്കുന്നതല്ല. ഒരൊറ്റ വിഷയം പോലും മാതൃഭൂമി ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താമായിരുന്നു. നമ്മൾ 1ാം സ്ഥാനത്താണെന്ന് സർക്കാരും മന്ത്രിയും അടക്കം എല്ലാവരും പറഞ്ഞു. പക്ഷെ കേന്ദ്രം വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു റാങ്കിങ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ഏതോ ഒരു മാനദണ്ഡമാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു മാനദണ്ഡമാണ് എന്ന വിവരം കേന്ദ്രമന്ത്രി വന്ന് പറയുന്നത് വരെ സർക്കാരിന് പറയാനുണ്ടായിരുന്നില്ല. പിന്നീടാണ് അത് ലഘൂകരിച്ച് ഈ പറയുന്ന അതിലൊരു മാനദണ്ഡം എന്ന നിലയ്ക്ക് വന്നത്. അതുവരെ പറഞ്ഞതും ദേശാഭിമാനി പത്രത്തിൽ മന്ത്രി തന്നെ ലേഖനം എഴുതിയതും എല്ലാം ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം റാങ്ക് എന്ന് പറഞ്ഞായിരുന്നു. നല്ലത് പറയണമെന്നുണ്ട്, പക്ഷേ ലോകത്ത് ഉള്ള കാര്യത്തെ നമുക്ക് അമൂർത്തമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, മൂർത്തമായ കാര്യം ഞാൻ പറയാം. ഇന്ത്യയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം സ്ഥായിയായി നിൽക്കുന്ന ഇന്ത്യ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. പ്രഖ്യാപിച്ച കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുത്ത 6.5 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ 1ാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഇവിടെ ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും വലിയ ആളുകൾക്ക് PSC നിയമനം കൊടുത്ത ഗവൺമെന്റ് ഈ ഗവൺമെന്റാണ്. RBI പറഞ്ഞു. നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ചരിത്രത്തിൽ കേരളത്തിൽ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാന വളർച്ചയുണ്ടാക്കിയ സ്റ്റേറ്റ് കേരളമാണ്. നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഇങ്ങനെ 100,000 കാര്യമുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ മാധു അങ്ങനെ ചെയ്യുന്നോ ഇല്ല എന്നുള്ളതല്ല.
നിങ്ങളുടെ മാധ്യമം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ താറടിച്ച് കാണിക്കാനും ഈ ഗവൺമെന്റിന്റെ പോരായ്മകളെ അതിനെ പർവ്വതീകരിച്ച് പറയുമ്പോൾ ആർക്കെങ്കിലും വേദന തോന്നുകയും ഒളിച്ചു വെക്കാൻ ആഗ്രഹമുള്ളതുമായ കാര്യങ്ങൾ മാഷെ അതാണ് വാർത്ത എന്നുള്ളതാണ് ജേർണലിസം പഠിക്കുമ്പോൾ പഠിക്കുന്നത്. ബാക്കിയെല്ലാം പരസ്യമാണ് എന്നാണ് പറയുന്നത് മാഷെ. നമ്മൾ പരസ്യത്തിന് വേണ്ടി ഇവിടെ PRD ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ധാരാളം കടലാസ് ഉദ്യോഗസ്ഥ തസ്തികകളിൽ ഇഷ്ടം പോലെ ആളുകൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് സർക്കാരിന്റെ തന്നെ ശമ്പളം വാങ്ങി ക്യാപ്സൂൾ തയ്യാറാക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ പറയുന്ന സർക്കാരിനോട് ആഭിമുഖ്യമുള്ള മാധ്യമങ്ങൾ അങ്ങനെ തന്നെ ആ തൊഴിലെടുക്കുന്നുണ്ട്. പാർട്ടി ചാനലുകളും പത്രങ്ങളും അടക്കമുള്ളവ അങ്ങനെയുണ്ട്. പിന്നെ എല്ലാവരും കൂടി നല്ലത് പറയാൻ പോയാൽ നമ്മൾ ആകെ അങ്ങ് നന്മ മരങ്ങളായി പോകില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം മാഷെ. നമുക്ക് അങ്ങനെ പരസ്യം എന്നുള്ളതല്ല, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷനിൽ വിദ്യാഭ്യാസം ചെയ്തൊരു വിദ്യാർത്ഥിയാണ്. ജേർണലിസം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുവിൽ ഇപ്പൊ ഇന്ത്യയിലുള്ള മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചർച്ച നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ NDTV ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. ലോകത്തുള്ള മാധ്യമങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഈ മലയാളക്കരയിലെ മാധ്യമം പോലെയുള്ള ചർച്ച നടക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗോവിന്ദച്ചാമിയുടെ വിഷയം ഒരു സാധാരണ മാധ്യമത്തിന് മുൻപിൽ വന്നാൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പരിഹരിക്കാൻ നിയമങ്ങളിൽ എന്ത് മാറ്റം വേണം? കൊടും ക്രിമിനലുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതിൽ വല്ല വീഴ്ച ഒരു ഭാഗമാണ്. വീഴ്ച മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. ഒരു വിഷയമുണ്ടായാൽ അതിലെ മൗലിക കാര്യങ്ങളല്ല. മാധ്യമപ്രവർത്തനം പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങേക്ക് വാർത്തയെ പറ്റി ആധികാരികമായി പറയാനുള്ള, അല്ലെങ്കിൽ തന്നെ അങ്ങയുടെ പൊതുപ്രവർത്തന ജീവിതത്തിലൂടെ അങ്ങ് സ്വാംശീകരിച്ചിരിക്കുന്ന അറിവൊക്കെ പറയുക എന്ന് പറയുന്നതിനെ ഞാൻ ബഹുമാനപൂർവ്വം കാണുന്നുണ്ട്. പക്ഷെ ആ വിഷയം ചർച്ച ചെയ്യണം എന്ന് പറയുന്നതിനെയും ആ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നതിനെയും പിന്നിലെ താല്പര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് മാഷേ.